ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ വലിയൊരു ആനയും അതിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു പാപ്പാനും ജീവിച്ചിരുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും പാപ്പാൻ ആനയെ കുളിപ്പിക്കാനായി അടുത്തുള്ള പുഴയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പുഴയിലേക്കുള്ള വഴിയിൽ ഒരു തയ്യൽക്കടയുണ്ടായിരുന്നു. ആ കടയിലെ നല്ലവനായ തയ്യൽക്കാരൻ ദിവസവും ആനയ്ക്കൊരു പഴം നൽകുമായിരുന്നു. അങ്ങനെ ആനയും തയ്യൽക്കാരനും തമ്മിൽ നല്ലൊരു സൗഹൃദം ഒട്ടിട്ടു. ഒരു ദിവസം തയ്യൽക്കാരന് ഒരു കുസൃതി തോന്നി. പതിവ് പോലെ പഴത്തിനായി തുമ്പിക്കൈ നീട്ടിയ ആനയുടെ നേർക്ക് തയ്യൽക്കാരൻ തന്റെ കൈയിലുണ്ടായിരുന്ന സൂചി കൊണ്ട് ഒരു കുത്തുകൊടുത്തു. വേദന കൊണ്ട് ആന പിടഞ്ഞുപോയി. വേദനയേക്കാൾ കൂടുതൽ തയ്യൽക്കാരൻ തന്നെ ചതിച്ചല്ലോ എന്ന സങ്കടം ആനയുടെ ഉള്ളുപൊള്ളി. ഒന്നും മിണ്ടാതെ കണ്ണുകൾ നിറച്ച് ആന പുഴയിലേക്ക് നടന്നു. പുഴയിലെ തണുത്ത വെള്ളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ ആനയുടെ ദേഷ്യം ആളിക്കെത്തി. കുളികഴിഞ്ഞ് മടങ്ങും വഴി ആന നേരെ തയ്യൽക്കടയുടെ മുന്നിലെത്തി. തയ്യൽക്കാരൻ അപ്പോഴും ആനയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ ആന തന്റെ തുമ്പിക്കയിൽ നിറച്ച ചെളിവെള്ളം തയ്യൽക്കാരന്റെ ദേഹത്തേക്ക് ചീറ്റിയെറിഞ്ഞു. ചെളിവെള്ളത്തിൽ കുളിച്ച തയ്യൽക്കാരനെ കണ്ട് അവിടെ കൂടിയവർ പൊട്ടിച്ചിരിച്ചു. നാണക്കേടുകൊണ്ട് തലതാഴ്ത്തി എന്തു ചെയ്യണമെന്നറിയാതെ തയ്യൽക്കാരൻ നിന്നുപോയി. ഈ കഥയിലൂടെ ആനയുടെ പ്രവൃത്തി നമ്മൾക്കൊരു വലിയ പാഠം നൽകുന്നു. ആരെയും ഉപദ്രവിക്കരുത്. കാരണം നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തിരിച്ചും നമുക്ക് ലഭിക്കും.